Hi my dear students, welcome to the last topic of this chapter, Improving Communication Effectiveness. ആശയവിനിമയം ഫലപ്രദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ 1-2 ക്ലാസ്സിലായിട്ട് കമ്മ്യൂണിക്കേഷന് ഇടയ്ക്ക് സംഭവിക്കുന്ന തടസ്സങ്ങൾ എന്തൊക്കെയാണെന്നായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഏതൊരു സ്ഥാപനമാണെങ്കിലും 100% എഫിഷ്യൻസിയോടുകൂടി കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റിയെന്ന് വരില്ല. എല്ലാ കമ്മ്യൂണിക്കേഷനുകളിലും ചെറുതോ വലുതോ ആയ തടസ്സങ്ങൾ മിക്കവാറും സ്ഥാപനങ്ങളിൽ ഉണ്ടാവാറുണ്ട്. ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് ഫലപ്രദമായ ആശയവിനിമയം വളരെ അത്യാവശ്യമാണ്. ഫലപ്രദമായ ആശയവിനിമയത്തിനുള്ള തടസ്സങ്ങളെ മറികടക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അതിന്റെ എഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ് നമ്പർ ഇട്ട് പറയുന്നത്. നമുക്ക് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ടെക്സ്റ്റിൽ നോക്കാം. Improving communication effectiveness. The barriers to effective communication exist in all organizations to a greater or lesser degree. കുറഞ്ഞ തോതിലോ ഉയർന്ന തോതിലോ ആശയവിനിമയ തടസ്സങ്ങൾ എല്ലാ സ്ഥാപനത്തിലും നിലനിൽക്കുന്നു. Organization keen on developing effective communication should adopt suitable measures to overcome the barriers and improve communication effectiveness. Some of such measures are indicated below. ഇത്തരത്തിലുള്ള ഈ തടസ്സങ്ങൾ മറികടന്നുകൊണ്ട് കാര്യക്ഷമമായ ഒരു ആശയവിനിമയ ശൃംഖല കെട്ടിപ്പൊക്കാൻ വേണ്ട നടപടികൾ എല്ലാ സ്ഥാപനങ്ങളും കൈക്കൊള്ളണം. അതിനുള്ള ചില നിർദ്ദേശങ്ങളാണ് ഇനിയുള്ള പാഠഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ്, ക്ലാരിഫൈ ദ ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ. അതായത് ആശയവിനിമയം നടത്തുന്നതിന് മുൻപ് ആശയങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കണം, ക്ലാരിഫിക്കേഷൻ വരുത്തിയിരിക്കണം. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ കമ്മ്യൂണിക്കേറ്റർ ടു ക്ലാരിഫൈ ദ മെസ്സേജ് ക്ലിയർലി ബിഫോർ ഹി ഈസ് ഗോയിങ് ടു കമ്മ്യൂണിക്കേറ്റ് ദ സെയിം. ഇത് കമ്മ്യൂണിക്കേറ്ററുടെ ഡ്യൂട്ടിയാണ് അല്ലെ. എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകണം, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ. നമ്മുടെ ടെക്സ്റ്റിനകത്ത് നോക്കാം. The problem to be communicated to subordinates should be clear in all its perspective to the executive himself. അതായത് റിസീവറോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ സെൻഡർ വ്യക്തമാക്കി മനസ്സിലാക്കിയിരിക്കണം. The entire problem should be studied in depth, analyzed and stated in such a manner that is clearly conveyed to subordinates. എന്താണ് പറയാൻ പോകുന്നതെന്ന് വളരെ ആഴത്തിലും കൃത്യമായിട്ടും വിശകലനം ചെയ്ത് പഠിച്ച ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ആശയവിനിമയം നടത്തുന്നതിന് മുൻപ് തന്നെ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നയാള് ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. നെക്സ്റ്റ്, കൺസിഡർ ദ നീഡ്സ് ഓഫ് റിസീവർ. അതായത് റിസീവർ സ്വീകർത്താവിന്റെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ആശയവിനിമയം നടത്താനായിട്ട്. റിസീവ് ചെയ്യുന്ന ആളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് വേണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ. ദ സെൻഡർ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ കപ്പാസിറ്റി ഓഫ് ദ റിസീവർ ആൻഡ് ഹി മസ്റ്റ് നോ വാട്ട് ടൈപ്പ് ഓഫ് ഇൻഫോർമേഷൻ ദ റിസീവർ നീഡ്സ് ആൻഡ് ഇൻ വാട്ട് ഫോം. റിസീവറുടെ കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കുന്ന വ്യക്തിയുടെ കപ്പാസിറ്റി അല്ലെങ്കിൽ എത്രമാത്രം കാര്യങ്ങൾ അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, അയാളുടെ ഇന്റലിജന്റ് എന്തുമാത്രമൊക്കെയാണ്, ഇതെല്ലാം സെൻഡർക്ക് അറിയാമായിരിക്കണം. അതുപോലെ എന്ത് ടൈപ്പ് ഇൻഫോർമേഷൻ ആണ് അയാൾക്ക് ആവശ്യം, അത് ഏതൊക്കെ ഫോമിലാണ് ആവശ്യം, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ധാരണ സെൻഡർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും സെൻഡർ എന്ത് കൺസിഡർ ചെയ്യണം, റിസീവ് ചെയ്യുന്ന ആളുടെ നീഡ്സ് കൺസിഡർ ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, എക്സ്പ്ലനേഷൻ നോക്കുക. The level of understanding of receiver should be crystal clear to the communicator. അതായത് റിസീവറുടെ ധാരണയെ സംബന്ധിച്ച് സെൻഡർക്ക് വ്യക്തമായ അറിവുണ്ടാവണം. അതായത് റിസീവറുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി എന്താണെന്നതിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരിക്കണം.
Manager should adjust his communication according to the education and understanding level of subordinate. അപ്പോൾ സന്ദേശം അയക്കുന്നയാള് അദ്ദേഹത്തിന്റെ ആശയവിനിമയം റിസീവറുടെ വിദ്യാഭ്യാസത്തിനും ധാരണയ്ക്കും അനുസൃതമായിട്ട് അതിനെ രൂപകൽപ്പന ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് റിസീവർക്ക് പൂർണ്ണമായും അത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ്, കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. ആശയവിനിമയം നടത്തുന്നതിന് മുൻപ് മറ്റുള്ളവരുമായിട്ട് കൂടിയാലോചിക്കുക, കൺസൾട്ട് ചെയ്യുക. ഇറ്റ് ഈസ് ബെറ്റർ ടു കൺസൾട്ട് വിത്ത് അതേഴ്സ് ഇൻ ഡെവലപ്പിംഗ് എ പ്ലാൻ ഫോർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു പദ്ധതി വികസിപ്പിക്കുന്നതിന് മുമ്പ് മറ്റുള്ളവരുമായിട്ടും കൂടി ആലോചിക്കുന്നത് കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. Before actually communicating the message, it is better to involve others in developing a plan for communication. അതായത് യഥാർത്ഥ ആശയവിനിമയത്തിന് മുൻപ് മറ്റുള്ളവരുടെ ഉപദേശം കൂടി സ്വീകരിച്ചിട്ടുള്ള ഒരു ആശയവിനിമയ പദ്ധതി തയ്യാറാക്കുന്നത് എന്തുകൊണ്ടും വളരെ ഗുണകരമായിരിക്കും. Participation and involvement of subordinates may help to gain ready acceptance and willing cooperation of subordinate. ഇങ്ങനെ ആശയവിനിമയ പദ്ധതി രൂപീകരിക്കുമ്പോൾ സബോർഡിനേറ്റിനെ കൂടി പങ്കെടുപ്പിക്കുന്നത് വഴി നമ്മൾ ആശയവിനിമയം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരത് മുഴുവൻ സെൻസിലും അത് സ്വീകരിക്കുകയും അവരുടെ ഫുൾ സപ്പോർട്ടും കോഓപ്പറേഷനും ഒക്കെ കിട്ടുന്നതിന് സഹായിക്കുകയും ചെയ്യും. അവരെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ പദ്ധതി തയ്യാറാക്കിയെന്നാൽ. സോ കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. Next point, beware of languages, tone and content of message. അതായത് സന്ദേശത്തിന്റെ ഭാഷ, ശൈലി, ഉള്ളടക്കം എന്നിവയെ കുറിച്ച് വളരെ ശ്രദ്ധിക്കണം. The language and tone used by the sender should be stimulating to evoke response from the listener. അതായത് നമ്മൾ സന്ദേശത്തിൽ ഉപയോഗിക്കുന്ന ഭാഷയും ശൈലിയും റിസീവറിനെ ഉത്തേജിപ്പിക്കുന്നതും അതായത് റിസീവറിൽ നിന്ന് പ്രതികരണം ലഭിക്കത്തക്ക രീതിയിലുമായിട്ടുള്ള ഭാഷയും ലാംഗ്വേജും കണ്ടന്റും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. Beware of languages, tone and content of message. The contents of the message, tone, language used, manner in which the message is to be communicated are the important aspects of effective communication. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് ആണ് ഈ സെൻഡർ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, അതിന്റെ ടോണ്, എങ്ങനെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി, ഇതെല്ലാം ഒരു നല്ല കമ്മ്യൂണിക്കേഷനെ സഹായിക്കുന്ന കുറെ കാര്യങ്ങളാണ്. The language used should be understandable to the receiver and should not offend the sentiments of the listener. റിസീവർ ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അതായത് അത് സ്വീകർത്താവിനെ ഒരിക്കലും ഒരു പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ളതൊന്നും ആവരുത്. ഷുഡ് ബി അണ്ടർസ്റ്റാൻഡബിൾ, അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിലാകണം. ആൻഡ് ഷുഡ് നോട്ട് ഒഫൻഡ് ദ സെന്റിമെന്റ്സ് ഓഫ് ദ ലിസണർ, അത് കേൾക്കുന്നയാളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിലാവരുത്. ദ മെസ്സേജ് ഷുഡ് ബി സ്റ്റിമുലേറ്റിംഗ് ടു ഇവോക്ക് റെസ്പോൺസ് ഫ്രം ദ ലിസണർ. ആ ലിസണറിൽ നിന്നും പ്രതികരണങ്ങൾ കിട്ടാൻ ഉതകുന്ന രീതിയിൽ വേണം നമ്മൾ ആ മെസ്സേജ് പ്രസന്റ് ചെയ്യാനായിട്ട്. അതിനൊപ്പം നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, ടോൺ, കണ്ടന്റ് ഇതെല്ലാം വളരെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഉപയോഗിക്കുവാനായിട്ട്. നെക്സ്റ്റ്, കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ്. അതായത് ലിസൺ ചെയ്യുന്ന ആൾക്ക്, അതായത് ഇത് കേൾക്കുന്നയാൾക്ക് സഹായകമാകുന്ന കാര്യങ്ങളും മൂല്യങ്ങളും നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ പ്രദാനം ചെയ്യുക. ഇറ്റ് ഈസ് ബെറ്റർ ടു നോ ദ ഇൻട്രസ്റ്റ് ആൻഡ് നീഡ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റ്സ് വൈൽ കമ്മ്യൂണിക്കേറ്റിംഗ് ദ മെസ്സേജ്. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ റിസീവറുടെ താല്പര്യവും അവന്റെ ആവശ്യവും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. If the message is related to their interest, there will be positive response. Else they become passive listeners. ആ മെസ്സേജ് നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അവന് ഇൻട്രസ്റ്റിംഗ് ആണ് എങ്കിൽ അവനിൽ നിന്നും ശ്രോതാവിൽ നിന്നും ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്ക് കിട്ടും. നേരെ മറിച്ചാണെങ്കിൽ അവരത് ശ്രദ്ധിക്കാതെ ഇരിക്കും. നോക്കാം.
While conveying message to others, it is better to know the interest and needs of the people with whom you are communicating. അതായത് നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ എന്ത് ചെയ്തിരിക്കണം? അവരുടെ റിസീവറെ സഹായിക്കുന്നതും മൂല്യമുള്ളതുമായിട്ടുള്ള രീതിയിൽ വേണം നമ്മളത് കൊടുക്കാനായിട്ട്. ആശയവിനിമയം നടത്തുമ്പോൾ സ്വീകർത്താവിന്റെ ആവശ്യങ്ങളും അഭിരുചികളും അറിഞ്ഞിരിക്കേണ്ടതാണ്. If the message relates directly or indirectly to such interests and needs, it certainly evoke response from the communicating. അപ്പോൾ സന്ദേശം നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് പ്രത്യക്ഷമായോ പരോക്ഷമായോ അവരുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുമെങ്കിൽ അവരിൽ നിന്നും കാര്യക്ഷമമായ പ്രതികരണം നമുക്ക് ലഭിക്കും. കമ്മ്യൂണിക്കേറ്റീവ് എന്ന് പറഞ്ഞാൽ ആരാണ്? മെസ്സേജ് റിസീവ് ചെയ്യുന്ന ആളാണ് കമ്മ്യൂണിക്കേറ്റീവ്. നെക്സ്റ്റ്, എൻഷുർ പ്രോപ്പർ ഫീഡ്ബാക്ക്. പ്രതികരണം ഉറപ്പുവരുത്തണം. The sender should take efforts to have feedback from the listeners time to time. നമ്മൾ നൽകിയ സന്ദേശം ശരിയായ രീതിയിൽ മനസ്സിലാക്കി എന്ന് ഉറപ്പ് കിട്ടുന്നതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം അല്ലെ? അതിന് നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് ഉറപ്പുവരുത്തണം. നോക്കുക, ensure proper feedback. The communicator may ensure the success of communication by asking questions regarding the message conveyed. The receiver of communication may also be encouraged to respond to communication. The communication process may be improved by the feedback received to make it more responsive. കമ്മ്യൂണിക്കേറ്റർക്ക് എങ്ങനെയാണ് ഇത് ഉറപ്പാക്കുന്നത്? ആശയവിനിമയത്തിന് ശേഷം സെൻഡർ നൽകിയ സന്ദേശത്തെ സംബന്ധിച്ച് എന്ത് ചെയ്യാം? ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമുക്ക് ആശയവിനിമയത്തിന്റെ വിജയം ഉറപ്പാക്കാം അല്ലെ? അപ്പൊ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കിയോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ലൈവായിട്ട് ഫ്രണ്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുമായിരുന്നു അല്ലെ? അപ്പൊ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്തെന്നാൽ എനിക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത്. അപ്പൊ എന്ത് ഉറപ്പാക്കണം? പ്രോപ്പർ ഫീഡ്ബാക്ക് എപ്പോഴും ഉറപ്പാക്കണം. നമ്മുടെ ഓൺലൈൻ ക്ലാസിന്റെ ഒരു വലിയ പോരായ്മയാണ് ഈ ഫീഡ്ബാക്ക് കിട്ടുന്നില്ല എന്നുള്ളത് അല്ലെ? അപ്പൊ പ്രോപ്പർ ഫീഡ്ബാക്ക് ഉറപ്പാക്കണം. അത് ആ ഒരു സെന്റൻസ് പറ്റുമെങ്കിൽ ഇതുകൂടെ അങ്ങ് എഴുതുക. ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് മേ ബി ഇംപ്രൂവ്ഡ് ബൈ ദ ഫീഡ്ബാക്ക് റിസീവ്ഡ് ടു മേക്ക് ഇറ്റ് മോർ റെസ്പോൺസീവ്. കേട്ടോ, ഇത്രയുമാണ് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. വർത്തമാനകാലത്തിനും ഭാവിക്കും വേണ്ടി ആശയവിനിമയം ചെയ്യുക. പ്രസന്റും വേണം, ഫ്യൂച്ചറും കൂടെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. The communication should aim at present and future goals of the organization. എല്ലായ്പ്പോഴും ആശയവിനിമയം എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പൊ നടക്കുന്ന കാലത്തെ സംഗതികൾ മാത്രം നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാകരുത്. എന്തും കൂടി ചിന്തിക്കണം. നമ്മുടെ ഓർഗനൈസേഷന്റെ ഭാവി ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്. നോക്കുക, ജനറലി കമ്മ്യൂണിക്കേഷൻ ഈസ് നീഡഡ് ടു meet the existing commitments to maintain consistency. Communication should aim at future goals of the enterprise also. അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വർത്തമാനകാലത്തിനും ഭാവിക്കും വേണ്ടിയിട്ടുള്ളതാവണം. സാധാരണഗതിയിൽ ആശയവിനിമയം വർത്തമാനകാലത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ? നമ്മൾ പറയുമ്പം ജസ്റ്റ് ഇപ്പോഴത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. എന്നാൽ ഭാവിയിലെ ലക്ഷ്യങ്ങൾ കൂടി ഉന്നം വെച്ചായിരിക്കണം നമ്മൾ ഓരോ സ്ഥാപനത്തിൽ എന്ത് ചെയ്യേണ്ടത്? ആശയവിനിമയം നടത്തേണ്ടത്. എന്നാലാണ് നമ്മൾ ഫ്യൂച്ചർ ഗോൾസ് ഏറ്റവും നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. എന്ത് ചെയ്യണം? ഫോളോ അപ്പ് നടത്തണം. പ്രോപ്പർ ഫോളോ അപ്പ് ആൻഡ് റിവ്യൂ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ടു സബോർഡിനേറ്റ് വിൽ ഹെൽപ്പ് ടു ഇംപ്രൂവ് ഹാർഡിൽസ് ഇഫ് എനി. അതായത് ആശയവിനിമയം തുടർ നടപടി ഉള്ളതായിരിക്കണം അല്ലെ? അതിന് വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ട് റിവ്യൂ, അതുപോലെ തന്നെ സബോർഡിനേറ്റ് വേണ്ട ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ അതിന്റെ ഇടയ്ക്കുള്ള ഹാർഡിൽസ് ഒക്കെ മാറ്റണം. അതിനെന്തും ഉണ്ടായിരിക്കണം? ഫോളോ അപ്പ് ഉണ്ടാവണം അല്ലെ? എക്സ്പ്ലനേഷൻ നോക്കാം. ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. There should be a regular follow up and a review on the instructions given to the subordinates. അതായത് സ്ഥിരമായി തുടർ നടപടികളും നിരൂപണവും ഉണ്ടെങ്കിൽ കീഴ് ജീവനക്കാർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുകയും തടസ്സങ്ങൾ ഒഴിവാക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? കൃത്യമായ ഫോളോ അപ്പ് കൊടുക്കണം അല്ലെ? There should be regular follow up and review on the instructions given to the subordinates.
അനുയായികൾക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് അവയെല്ലാം റെഗുലർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം, അവയെല്ലാം റിവ്യൂ ചെയ്യണം. Such follow-up measures help in removing hurdles, if any, in implementing the instruction. അത്തരത്തിലുള്ള ഒരു ഫോളോ അപ്പ് ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രക്ഷൻസ് നടപ്പാക്കുന്നതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് സാധിക്കും. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് പോയിന്റ്, ബി എ ഗുഡ് ലിസണർ. ആരായിരിക്കണം? നല്ലൊരു ശ്രോതാവും കൂടി ആയിരിക്കണം. കെയർഫുൾ ലിസണിങ് ഈസ് എ പ്രീ റിക്വസിറ്റ് ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒരു എഫക്റ്റീവായ രീതിയിൽ ഏറ്റവും ഒരു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആള് ആരും കൂടി ആയിരിക്കണം? നല്ലൊരു ലിസണറും കൂടി ആയിരിക്കണം അല്ലെ. നല്ലപോലെ, അതായത് ശ്രദ്ധാപൂർവം കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതും ഫലപ്രദമായ ആശയവിനിമയത്തിന്റെ ഒരു മുൻ ഉപാധിയാണ്. പേഷ്യന്റ് ലിസണിങ് സോൾവ്സ് ഹാവ് പ്രോബ്ലം. ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ കൂടി നോക്കാം. മാനേജർ ഷുഡ് ബി എ ഗുഡ് ലിസണർ. ഒരു നല്ല മാനേജർ എപ്പോഴും ഒരു നല്ല ശ്രോതാവും കൂടി ആയിരിക്കണം. പേഷ്യന്റ് ആൻഡ് അറ്റന്റീവ് ലിസണിങ് സോൾവ്സ് ഹാഫ് ഓഫ് ദി പ്രോബ്ലംസ്. ക്ഷമ, ശ്രദ്ധ എന്നിവയുണ്ടെങ്കിൽ പകുതി പ്രശ്നങ്ങളും എന്ത് ചെയ്യപ്പെടും? പരിഹരിക്കപ്പെടും. മാനേജേഴ്സ് ഷുഡ് ഓൾസോ ഗീവ് ഇൻഡിക്കേഷൻസ് ഓഫ് ദെയർ ഇൻട്രസ്റ്റ് ഇൻ ലിസണിങ് ടു ദെയർ സബോർഡിനേറ്റ്സ്. അപ്പൊ ഇങ്ങനെ ലിസണിങ്ങിന്റെ ശ്രവിക്കുന്നതിന്റെ സൂചനയായി ചില താല്പര്യ സൂചകങ്ങൾ നൽകുന്നത് ആശയവിനിമയം രസകരമാകും. അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരത് കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അത് പറയുന്ന ആള് അതിന്റെ ഒരു സന്തോഷ സൂചകം നൽകുമ്പോൾ ആശയവിനിമയം കൂടുതൽ എങ്ങനെയുള്ളതാകും? രസകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ആരും കൂടി ആവണം? നല്ലൊരു ലിസണറും കൂടി ആവണം. ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ. അപ്പൊ ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവിംഗ് കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ്നെസ് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ എന്താണ്? ഫസ്റ്റ് പോയിന്റ്, ക്ലാരിഫൈ ദ ഐഡിയാസ് ബിഫോർ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാക്കണം. കൺസിഡർ ദ നീഡ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റർ. കമ്മ്യൂണിക്കേറ്ററുടെ നീഡ്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. കൺസൾട്ട് അതേഴ്സ് ബിഫോർ കമ്മ്യൂണിക്കേറ്റിംഗ്. മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യണം? കൺസൾട്ട് ചെയ്യണം അല്ലെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവരുമായിട്ടും കൂടി ഒന്ന് കാര്യങ്ങളൊന്ന് പറഞ്ഞ് ഒന്ന് ചർച്ച ചെയ്തിട്ട് വേണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. ബിവെയർ ഓഫ് ലാംഗ്വേജസ്, ടോൺ ആൻഡ് കണ്ടന്റ് ഓഫ് മെസ്സേജ് അല്ലെ. ഉപയോഗിക്കുന്ന ഭാഷ, ടോൺ, കണ്ടന്റ് ഇതിനെ കുറിച്ചൊക്കെ നല്ലൊരു ജാഗ്രത പുലർത്തണം. കൺവേ തിങ്സ് ഓഫ് ഹെൽപ്പ് ആൻഡ് വാല്യൂ ടു ലിസണേഴ്സ്. ലിസണേഴ്സിന് എന്തെങ്കിലും സഹായം അല്ലെങ്കിൽ വാല്യൂസ്, മൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എൻഷുർ പ്രോപ്പർ ഫീഡ്ബാക്ക്. എല്ലായ്പ്പോഴും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്, ഒരു പ്രതികരണം ഉറപ്പാക്കുക. കമ്മ്യൂണിക്കേറ്റ് ഫോർ പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ വർത്തമാന കാലത്തിനും അതുപോലെ തന്നെ ഫ്യൂച്ചറിലേക്കും വേണ്ടി ആശയവിനിമയം ചെയ്യുക. ഫോളോ അപ്പ് കമ്മ്യൂണിക്കേഷൻ. ശരിയായ രീതിയിൽ ആശയവിനിമയം പിന്തുടരുക, ഫോളോ അപ്പ് ചെയ്യുക. ബി എ ഗുഡ് ലിസണർ. നല്ലൊരു ശ്രോതാവായിരിക്കുക. ഇത്രയുമാണ് കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങൾ. ഈ ചാപ്റ്റർ ഇവിടെ തീർന്നതാണ്. ഇനി ഈ ചാപ്റ്ററിന്റെ കമ്മ്യൂണിക്കേഷന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിരുന്നില്ല, അതും കൂടി പറഞ്ഞ് ഞാനത് നിർത്തിക്കൊള്ളാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സെമന്റിക് ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഓർക്കുന്നുണ്ടോ? സെമന്റിക് ബാരിയറിനകത്ത് എന്തൊക്കെയായിരുന്നു? ടെക്നിക്കൽ ജാർഗൺസ്, ജെസ്റ്റർ ഡീകോഡിംഗ്, ബാഡ്ലി എക്സ്പ്രസ്ഡ് മെസ്സേജസ്, സ്റ്റാറ്റസ്. ഇതിൽ ഏതാണ് സെമന്റിക് ബാരിയർ അല്ലാത്തത്? ഏതാണ്? സ്റ്റാറ്റസ് ആണ് അല്ലെ. സ്റ്റാറ്റസ് ഏത് ബാരിയർ ആണ്? ഓർഗനൈസേഷണൽ ബാരിയർ ആണ്. അപ്പൊ ഓർത്തോളുക, ഇതുപോലെ മറ്റേത് ബാരിയറിന്റെയും കാരണങ്ങൾ തരാം, എന്നിട്ട് ഓഡ് വൺ ചോദിക്കാം. ഇപ്പൊ ഇതിനകത്ത് സെമന്റിക് ബാരിയർ തന്നേക്കുന്നു, ഇതുപോലെ പേഴ്സണൽ ബാരിയർ തന്നിട്ട് ഓഡ് വൺ ചോദിക്കാം. അപ്പൊ അതെല്ലാം ആ രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാനായിട്ട് അറിയാമായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഫോർമൽ കമ്മ്യൂണിക്കേഷനും ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനും എന്താണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ ഒരു ഡിഫറൻസ് ആയിട്ട് ഒരു ടേബിൾ വരച്ചാൻ തന്നിട്ടില്ല. ടീച്ചർ ഞാനത് സെൻഡ് ചെയ്ത് തരാം നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ്. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഡയഗ്രമാറ്റിക്കലി പ്രസന്റ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇൻവോൾവ് ഇൻ എ ടെലിഫോണിക് കോൺവെർസേഷൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ. കണ്ടോ, എന്ത് വരയ്ക്കാനാണ്? എക്സും വൈയും തമ്മിലുള്ള ഒരു ടെലിഫോൺ കോൺവെർസേഷന്റെ
ഡയഗ്രമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷന്റെ പ്രോസസ് ആണ് വരയ്ക്കേണ്ടത് കേട്ടോ. അപ്പൊ സെന്റർ ആയിട്ട് എക്സും റിസീവർ ആയിട്ട് വൈയും ഒക്കെ കൊടുത്തിട്ട് ആ ഡയഗ്രാം ആണ് അവിടെ വരയ്ക്കേണ്ടത്. അത് ബുക്കിലോട്ട് വരയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, വരച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Organizations keep on developing effective communication should adopt suitable measures to overcome the barriers. Suggest any 6 measures to overcome the barriers of communication. കണ്ടോ, 6 മെഷേഴ്സ് പറയാൻ ഇപ്പൊ എന്തേ പഠിച്ചു നിർത്തിയിരിക്കുന്നതാണ് അല്ലെ. കമ്മ്യൂണിക്കേഷന്റെ ബാരിയേഴ്സ് ഓവർകം ചെയ്യുന്നതിനുള്ള ഏതെങ്കിലും ഒരു 6 മെഷറുകൾ എഴുതാനായിട്ട് ചോദിച്ചേക്കുന്നു. നെക്സ്റ്റ്, prepare a seminar report on the various formal and informal communication networks. ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിനെ കുറിച്ച്. അതില് ഫോർമലും ഇൻഫോർമലിന്റെയും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പൊ രണ്ടും പഠിക്കുന്ന 8 മാർക്കിന്റെ ചോദ്യമാണ്. മറ്റൊന്ന്, പ്രിപ്പയർ എ സെമിനാർ റിപ്പോർട്ട് ഓൺ ദ ടോപ്പിക് ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ. കഴിഞ്ഞ വർഷത്തെ മാർച്ച് 2020 8 മാർക്കിന്റെ ചോദ്യമാണ്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ 8 മാർക്കിന്റെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ 4 ബാരിയർ ഉണ്ട്, അതിന്റെ ഉള്ളിൽ പല കാരണങ്ങളുണ്ട്. അപ്പൊ അതെങ്ങനെ 8 മാർക്കിന്റേതായ രീതിയിൽ ചുരുക്കി പ്രസന്റ് ചെയ്യാൻ അറിയാമായിരിക്കണം കേട്ടോ. അങ്ങനെ ആ രീതിയിൽ എഴുതാൻ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം മനസ്സിലുണ്ടാവണം. നെക്സ്റ്റ്, the grapevine network in which an individual communicates with only those people whom he trusts is dash. grapevine നെറ്റ്വർക്കിലെ ഏത് നെറ്റ്വർക്കിലാണ് ആളുകൾ അവരുടെ ഏറ്റവും വിശ്വാസമുള്ളവരോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയായിരുന്നു നെറ്റ്വർക്കുകൾ? ഗ്രേപ്വൈൻ നെറ്റ്വർക്കുകൾ ഏതൊക്കെയായിരുന്നു? പ്രോബബിലിറ്റി ഉണ്ട്, ഗോസിപ്പ് ഉണ്ടായിരുന്നു, ക്ലസ്റ്റർ ഉണ്ടായിരുന്നു, സിംഗിൾ സ്ട്രാൻഡ് നെറ്റ്വർക്ക് അല്ലെ. ഇതില് പീപ്പിൾ ഹൂം ട്രസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഓൺലി ദോസ് പീപ്പിൾ ഹൂം ഹി ട്രസ്റ്റ് ഈസ് ഏതായിരുന്നു അത്? ഡെഫിനറ്റ്ലി ക്ലസ്റ്റർ നെറ്റ്വർക്ക്. നെക്സ്റ്റ്, explain briefly common barriers to effective communication. Suggest the suitable measures to overcome them. വീണ്ടും 8 മാർക്കിന്റെ അത് തന്നെ ഒരു 2 തവണ റിപ്പീറ്റ് ചോദിച്ചേക്കുന്നതാണ് കേട്ടോ. കോമൺ ബാരിയേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, സ്യൂട്ടബിൾ മെഷേഴ്സ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടിയാണ് 8 മാർക്കിന്. അപ്പൊ ഇതെങ്ങനെ പ്രസന്റ് ചെയ്യണം? ബാരിയേഴ്സ് എല്ലാം പറഞ്ഞു. അപ്പൊ സെമന്റിക് ബാരിയർ അതുണ്ടാകാനുള്ള കാരണങ്ങൾ അതൊക്കെ നിങ്ങൾ ചുരുക്കി പ്രസന്റ് ചെയ്ത അല്ലെങ്കിൽ ഹെഡിങ്. അതുപോലെ 4 ബാരിയറും അതിന്റെ കോസസും നിങ്ങൾ എഴുതുക. അതുപോലെ ഇംപ്രൂവ് ചെയ്യാൻ, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സും അത് ചുരുക്കി പ്രസന്റ് ചെയ്യാനായിട്ട് പഠിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗ്രേപ്വൈൻ റിലേറ്റ്സ് ടു. ഗ്രേപ്വൈൻ എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, ഫോർമൽ ഓർഗനൈസേഷൻ, ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഏതാണ്? ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. കമ്മ്യൂണിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷന്റെ സ്ട്രക്ചറിനാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേപ്വൈൻ എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ്, എക്സ്പ്ലെയിൻ ദ വേരിയസ് മെഷേഴ്സ് ഫോർ ഇംപ്രൂവിംഗ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ഓർഗനൈസേഷണൽ കമ്മ്യൂണിക്കേഷൻ. എത്ര വട്ടമാണ് ഇത് ചോദിച്ചിരിക്കുന്നത്? ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷന്റെ ഇഫക്റ്റീവ്നെസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് 8 മാർക്കിന്റെ ചോദ്യമാണ് കേട്ടോ. അപ്പൊ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊള്ളണം. വാട്ട് ആർ ദി എലമെന്റ്സ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഇൻ ബിറ്റ്വീൻ ദ റിസീവർ ആൻഡ് ദ സെൻഡർ? എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ് എന്തൊക്കെയാണെന്ന് എഴുതാനായിട്ട്. ഓർക്കുന്നില്ലേ? സെൻഡർ, മെസ്സേജ്, എൻകോഡിംഗ് അങ്ങനെയുള്ള എലമെന്റ്സ് എഴുതാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. There are certain factors which may disrupt the flow of information. Describe the psychological and 4 organizational barriers. 4 psychological barriers 4 organizational barriers എഴുതാൻ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 4 എണ്ണം വെച്ച്. അപ്പൊ അത് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. 2-ൽ നിന്നും ഉള്ളത് ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. 8 മാർക്കിന്റെ ചോദ്യമാണ്. നെക്സ്റ്റ്, ഇനി communication has been defined as a process. Explain with the help of a chart the elements of communication process. Communication process ന്റെ elements വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അപ്പൊ അത് പ്രോസസ്സ് വരച്ച് അത് ഓരോ സെൻഡർ, മെസ്സേജ്, എൻകോഡിങ് അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇനി വേറെ ചോദ്യം തന്നിരിക്കുന്ന ഒരു സർക്കുലർ നെറ്റ്വർക്ക് തന്നിരിക്കുകയാണ്. അത് ചിത്രത്തിൽ അതിന്റെ പടം തന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ. അപ്പൊ ഏത് നെറ്റ്വർക്കിന്റെ വേണമെങ്കിലും, അപ്പൊ ഓർത്തോളുക, ഏത് നെറ്റ്വർക്കിന്റെ വേണമെങ്കിലും ഡയഗ്രാം തരാം, എന്നിട്ട് നിങ്ങളോട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് ആ രീതിയിൽ അറിയാമായിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് among the following is the most rigid pattern of formal communication network? ഫോർമൽ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിലെ ഏറ്റവും റിജിഡ് പാറ്റേൺ ഏതാണ്? അത് പഠിപ്പിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു മോസ്റ്റ് റിജിഡ് പാറ്റേൺ
ഏതിലാണ്? വീൽ പാറ്റേണിലാണ് അല്ലെ? വീൽ പാറ്റേൺ ആണ്. ഇതിനകത്ത് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫ്രീ ഫ്ലോ ഉണ്ട്, വീൽ ഉണ്ട്, ഇൻവേർട്ടഡ് വി ഉണ്ട്, സർക്കിൾ ഉണ്ട്. ഏതാണ്? വീൽ പാറ്റേൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നോൺ ആസ് ഗ്രേപ്പ് വൈൻ? എന്താണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്തുകൊണ്ടാണ് മുന്തിരിവള്ളി എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണെന്ന് ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒറിജിൻ എന്താണെന്നോ എവിടെ നിന്നാണെന്നോ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നോ ഒന്നും അറിയാൻ പറ്റത്തില്ല അല്ലെ? അതുപോലെ തന്നെയാണ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. എവിടെ നിന്നാണ് ആരംഭിച്ചത്, ആ കമ്മ്യൂണിക്കേഷൻ എങ്ങോട്ടൊക്കെ പോയി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.